നമുക്ക് തിരുനാവായ മണപ്പുറം വിട്ടുപോകാൻ തോന്നുന്നില്ല. വീണ്ടും തിരുനാവായ മാടി വിളിക്കുകയാണ്. ഇപ്പോൾ അവിടെ സന്യാസിമാർ നമ്മുടെ ക്യാമറയുടെ മുന്നിൽ ഉണ്ട്. യെസ്, അരുൺ, ശില്പ, സന്യാസിമാർ എവിടെ നിന്ന് വന്നവരാണ്, എന്താണ് കുംഭമേളയെക്കുറിച്ച് അവർ പറയുന്നത്, അവരുടെ അനുഭവം ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കട്ടെ. അനിൽ നമ്പ്യാർ, ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്യാസി വര്യന്മാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലാ ദിവസവും ഈ സ്നാനം നടക്കുന്നത് ഗായത്രി ഗുരുകുലത്തിൻ്റെ നേതൃത്വത്തിലാണ്. ഗായത്രി ഗുരുകുലം കൃത്യമായിട്ട് തന്നെ വേദമന്ത്രങ്ങളല്ല സ്നാനത്തിനെത്തുന്ന ഭക്തർക്ക് കൃത്യമായി വേദപാരായണം നടത്തി ഒപ്പം തന്നെ അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്ത് അതിനെ എങ്ങനെ വേണം സ്നാനം ചെയ്യാൻ എന്നെല്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഇവിടെ ദിവസം രാവിലെ ഒരു 8:30യോടനുബന്ധിച്ച് വേദസ്നാനം നടക്കാറുള്ളത്. അപ്പോൾ ആ വേദസ്നാനം നടക്കുന്ന സമയത്ത് ഗായത്രി ഗുരുകുലത്തിൻ്റെ ആചാര്യനായിട്ടുള്ള അരുൺ പ്രഭാകർജി നമുക്ക് ഒപ്പം ഇപ്പോൾ ജനം ടി വിക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഇത്രയും ദിനങ്ങൾ, ആ ഒരു അനുഭവം എങ്ങനെയാണ്? സ്നാനം ഇന്നിപ്പോൾ മാഘസ്നാനമാണ്. ഇത്രയും ദിവസത്തെ സ്നാനത്തിൻ്റെ ഒരു അനുഭവം തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. സ്വാമിജി ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ പോലും ഇങ്ങനെയൊരു പ്രതികരണം ആളുകളുടെ ഭാഗത്ത് നിന്നുണ്ടാവുമെന്ന് നമ്മൾ തീരെ പ്രതീക്ഷിച്ചില്ല. ആദ്യത്തെ ദിവസം സ്വാമിജിയും കുറച്ച് ആളുകളും വന്ന് സ്നാനം ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഈ സ്നാനത്തിന് വൈദികമായ ഒരു വിധി ചിട്ടപ്പെടുത്തണം എന്നായിരുന്നു പറഞ്ഞത്. അതുപ്രകാരം വൈദികമായ വിധി ചിട്ടപ്പെടുത്തി ആ സ്നാനത്തിൽ പങ്കെടുത്ത പലരും സ്നാനം കഴിഞ്ഞ് വന്നത് പറഞ്ഞത് പ്രയാഗ്രാജിൽ പോയി കുംഭമേളയിൽ സ്നാനം ചെയ്തപ്പോൾ പോലും ഇങ്ങനൊരു അനുഭവം തങ്ങൾക്കുണ്ടായിട്ടില്ല എന്നാണ്. കാരണം അറിഞ്ഞ് സ്നാനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. 100, 1000, പിന്നെ കഴിഞ്ഞ 2 ദിവസം 10,000-ഓളം ആളുകളാണ് ഒന്ന് സ്നാനം ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു അനുഭവം പറയാമെന്ന് പറഞ്ഞാൽ ഇതിൽ ആനന്ദമല്ലാണ്ട് വേറെ എന്താ ഉള്ളത്? ഈ സ്നാനം, അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരിക്കൽ ഞാൻ പറഞ്ഞു, ഞാൻ പ്രയാഗ്രാജിൽ കുംഭമേളയിൽ സ്നാനം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അയാൾ ഈ ദേശക്കാരനാണ്. തമാശയായിട്ട് പറഞ്ഞു, അല്ലേ കുളിക്കണമെങ്കിൽ പ്രയാഗ് വരെ പോകണമെന്ന് വെച്ചു. കുളിക്കണമെങ്കിൽ പ്രയാഗ് വരെ പോകണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, കുളി സ്നാനവും അത് രണ്ടാണ്ട് വ്യത്യാസമുണ്ട്. മനുസ്മൃതിയിലൊരു പ്രമാണം പറയും, അദ്ഭിഹി ഗാത്രാണി ശുദ്ധ്യന്തി മനസ്സത്യേന ശുദ്ധ്യതി വിദ്യാ തപോഭ്യാം ഭൂതാത്മാ ബുദ്ധിർ ജ്ഞാനേന ശുദ്ധ്യതി. ജലം ശരീരത്തെ ശുദ്ധമാക്കുന്നു, ഇത്രയേ പറയുള്ളൂ. അദ്ഭിഹി ഗാത്രാണി ശുദ്ധ്യന്തി മനസ്സത്യേന ശുദ്ധ്യതി. മനസ്സ് ശുദ്ധമാവണമെങ്കിൽ സത്യം വേണം. സത്യം കൊണ്ട് മാത്രമേ മനസ്സ് ശുദ്ധമുള്ളൂ. ആത്മാവ് ശുദ്ധമാവണമെങ്കിൽ വിദ്യാ തപോഭ്യാം, വിദ്യ കൊണ്ടും തപസ്സുകൊണ്ടുമാണ് ആത്മാവ് ശുദ്ധമാകുന്നത്. ബുദ്ധിഹി ജ്ഞാനേന ശുദ്ധ്യതി, ജ്ഞാനമാണ് ബുദ്ധിയെ ശുദ്ധമാക്കുന്നത്. ഈ 5 കാര്യങ്ങളും നടപ്പിൽ വരുത്തണമെങ്കിൽ അത് കുംഭസ്നാനം പോലെയോ മാഘസ്നാനം പോലെയുള്ള ഒരു വൈദിക സ്നാനത്തിൽ മാത്രമേ ഈ 5 എലമെൻറ്റുകളും പൂർത്തിയാവുള്ളൂ. ശരീരശുദ്ധിക്ക് വെള്ളം മാത്രം മതി. എന്നാൽ മനഃശുദ്ധിക്കും ആത്മാവിന് ശുദ്ധിക്കും ബുദ്ധിയുടെ ശുദ്ധിക്കും മാഘം പോലുള്ള ഈ സ്നാനങ്ങൾ വേണം. അതാണ് ഈ സ്നാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ അഥർവവേദത്തിലെയും ഋഗ്വേദത്തിലെയും മന്ത്രങ്ങളൊക്കെ ചൊല്ലിച്ചിട്ടാണ് ഈ സ്നാനം നടത്തിച്ചത്. സ്വാമിജി പ്രത്യേകം പറഞ്ഞിരുന്നു, ദിവസം വേദം ചൊല്ലണം. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് അഥർവവേദം ഈ മണ്ണിലാണ് ചൊല്ലിയത്. അപ്പോൾ അഥർവവേദത്തിലെ മന്ത്രങ്ങളും ഋഗ്വേദത്തിലെ മന്ത്രങ്ങളും എല്ലാം ആദ്യം ചൊല്ലി ആളുകളെ ജ്ഞാനസ്നാനത്തിന്, ഈ ജ്ഞാനസ്നാനം എന്ന വാക്ക് നമ്മുടെ കേട്ടോ, ഇപ്പോൾ പലരും കടം എടുത്ത് കൊണ്ടേ ഉണ്ടാവും, നമ്മുടെയാണ് ആ വാക്ക്. അപ്പോൾ ഈ ജ്ഞാനസ്നാനത്തിന് നമ്മെ പ്രാപ്തമാക്കണമെങ്കിൽ ആദ്യം വേദം വേണം. ആ വേദം ചൊല്ലി ശേഷം പിന്നെന്താ ചെയ്യുന്നത് പറഞ്ഞാൽ സപ്തതീർത്ഥങ്ങളെ ആവാഹിച്ച് ഋഗ്വേദീയമായ പുണ്യാഹ മന്ത്രങ്ങളെ ചൊല്ലി ശരീരത്തിലെ ഓരോ അംഗങ്ങളെയും, അതായത് പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ, പഞ്ചേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, സങ്കല്പം, ചിത്തം, അന്തഃകരണം, ഇവയെല്ലാം ശുദ്ധമാക്കുവാനുള്ള മന്ത്രങ്ങളെല്ലാം ചൊല്ലി ശുദ്ധമാക്കി പ്രാണായാമം കൊണ്ട് ആഭ്യന്തര ശുദ്ധിയും വരുത്തി ശേഷമാണ് ധ്യാനാദികളെ കൊണ്ട് ആത്മശുദ്ധീകരണവും വരുത്തിയ ശേഷമാണ് സ്നാനം ചെയ്യിപ്പിക്കുന്നത്. അത്രയും
വിസ്തരിച്ചുള്ളൊരു പദ്ധതിയായിരുന്നു. അത് അങ്ങനെ തന്നെ വേണം എന്ന് മഹാമണ്ഡലേശ്വർ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 100 കണക്കിന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ 10,000 പേരൊക്കെ ഒന്ന് സ്നാനം ചെയ്യുന്നൊരവസ്ഥ കേരള ചരിത്രത്തിൽ ഉണ്ടായിണ്ടാവില്ല. അപ്പോൾ ഇതിനൊരു എന്താ പറയുക, ഒരു പരമാനന്ദം. നിങ്ങൾ അത്ര ചോദിച്ചാൽ എന്താ അനുഭവം എന്ന് വെച്ചാൽ പരമാനന്ദം, ഇത്രേ പറയുള്ളൂ. അത് തന്നെയാണ് സ്വാമിജി പറഞ്ഞതുപോലെ കേരള ചരിത്രത്തിൽ തന്നെ ഇത്രയും ആളുകൾ ഒരുമിച്ച് സ്നാനം നടത്തിയ ഒരു അതിനെ ആ വാക്ക് പരമാനന്ദം, എനിക്ക് തോന്നുന്നു ഇവിടെ ഈ മണ്ണിലുള്ള എല്ലാവരും അനുഭവിക്കുന്ന ഒരു അനുഭൂതി തന്നെയാണ് പരമാനന്ദം എന്ന് പറയുന്നത്. അത്രത്തോളം ഒരു ആത്മീയമായൊരു അന്തരീക്ഷമാണ്, അല്ലെങ്കിൽ സന്തോഷം തോന്നിപ്പിക്കുന്ന, നമ്മളെ ഒരു ആത്മനിർവൃതിയിലേക്കൊക്കെ എത്തിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ശില്പ, അതിൽ തന്നെ വേറൊരു കാര്യമുള്ളത്, കഴിഞ്ഞ ദിവസം ഈ ഒരു ഇത്രയും ലക്ഷക്കണക്കിന് ഭക്തർ ഇവിടേക്ക് ഒഴുകി എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫേസ്ബുക്കിലാണെങ്കിലും മറ്റ് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒക്കെ ചില കമൻറ്റുകൾ, പ്രത്യേകിച്ച് ഈ ഇടത് അതല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള കമൻറ്റുകൾ, കുംഭമേള എന്ന് പറഞ്ഞാൽ അവർ ആദ്യം ഇതിനൊക്കെ ഉത്തരേന്ത്യയിലെ ഒരു പരിപാടിയാണ്, ഇത് ചടങ്ങാണ്, ഇവിടെ കൊണ്ടുവന്ന് ഇതിനെ അവതരിപ്പിക്കുകയാണ് എന്നൊക്കെ തരത്തിലുള്ള മോശമായ രീതിയിൽ ഇതിനെ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഇതിനെ കൂടുതൽ ഭക്തരെത്തുന്നു എന്ന് കണ്ടപ്പോഴും അതിനെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അവർ ഇപ്പോൾ പറയുന്നത് ചരിത്രമാണ്, അതായത് ഇത് മാമാങ്കമാണ് ഈ മണ്ണിൽ നടന്നത്. മാമാങ്കത്തിനും ഈ കുംഭമേളയ്ക്ക് ഒരു ബന്ധവുമില്ല. കുംഭമേള അമൃത് വിവിധ പുണ്യസ്ഥലങ്ങളിൽ വീണതുമായി ബന്ധപ്പെട്ടാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ കുംഭമേള എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാമാഘ മഹോത്സവമാണ് ഇത് എന്നുള്ളതാണ് അത്തരക്കാരോട് നമുക്ക് പറയാനുള്ളത്. മാത്രമല്ല അവർക്ക് ഇതിൻ്റെ ചരിത്രത്തിൽ ഇത് എവിടെയാണെന്ന് ചോദിക്കും. കാരണം നമ്മൾ പഠിച്ച ചരിത്രത്തിൽ മാമാങ്കം എന്ന് പറയുമ്പോൾ രക്തക്കറകൾ, പക്ഷെ അതല്ല ഇവിടെ സത്യം. ഇവിടെ ഈ മഹാമാഘ മഹോത്സവം നടക്കുന്ന പുണ്യഭൂമി എന്ന് പറയുന്നത് ബ്രഹ്മാവ് യാഗം ചെയ്തിട്ടുള്ള ഭൂമിയാണ്. ആ ബ്രഹ്മാവ് യാഗം ചെയ്തിട്ടുള്ള ആ പ്രത്യേക ഭൂമി, ആ യാഗഭൂമിയിലേക്ക് എത്തി ഇവിടെ മഹാമാഘ മഹോത്സവം കാലങ്ങളായി നടത്തപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ചരിത്രം എന്നുള്ളത്. അത് ആധ്യാത്മികമായിട്ടുള്ള ഒരു മണ്ണാണ്. ഈ തവനൂർ എന്ന് പറയുന്ന ഭൂമിയുടെ യഥാർത്ഥ പേര് തന്നെ താപസന്നൂർ എന്നുള്ളതാണ്. കാരണം ബ്രഹ്മാവ് ഇവിടെ എത്തി തപസ് ചെയ്ത ഭൂമിയാണ്.